പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ പി ബി ജിജീഷ്. ജസ്റ്റ് റൈറ്റ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വളരെ വിചിത്രവും അസാധാരണവുമായ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു. 5 വർഷം വിചാരണ കൂടാതെ തടവിൽ കഴിയുന്നത് ഭരണഘടനാപരമായ പരിധികളെ ലംഘിക്കുന്നില്ല എന്ന്. നമുക്ക് സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭീകരവിരുദ്ധ നിയമമായ UAPA വകുപ്പുകൾ മറികടക്കാൻ മാത്രം ശക്തമല്ലെന്ന്. ഉമർ ഖാലിദിനോടും ഷർജീൽ ഇമാമിനോടും കോടതി പറഞ്ഞത് നിങ്ങളുടെ തടവ് കാലഘട്ടത്തിൻ്റെ ദൈർഘ്യം ഭരണഘടനാപരമായ പരിധി ലംഘിച്ചിട്ടില്ല എന്നാണ്. 5 വർഷങ്ങൾ, വിചാരണയില്ല, കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല, ജാമ്യം പോലുമില്ല. ഈ എപ്പിസോഡ് പ്രതിഫലിപ്പിക്കുന്നത് ഇതേക്കുറിച്ചുള്ള സഹതാപമല്ല, നമ്മുടെ ഭരണഘടനാപരമായ പരാജയത്തെയാണ്. നമുക്ക് കോടതിയുടെ വാക്കുകളിൽ നിന്നും തുടങ്ങാം. Continued detention has not crossed the constitutional impermissibility required to override the statutory embargo under Section 43D5 of the UAPA. അതായത് UAPA നിയമത്തിൻ്റെ സെക്ഷൻ 43(5)D മറികടക്കാൻ പാകത്തിന് ഭരണഘടനാ വിരുദ്ധമാകുന്ന തരത്തിലുള്ള ദൈർഘ്യം ഇവരുടെ തടവിനില്ല എന്ന്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നീ ഒന്നും അനുഭവിച്ചത് പോരാ, ജാമ്യം തരാൻ പാകത്തിനുള്ളതൊന്നും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. 2 കാര്യങ്ങൾ കോടതി അംഗീകരിക്കുന്നുണ്ട്. ഒന്ന്, വേഗത്തിലുള്ള വിചാരണ ഭരണഘടനയുടെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ അനുച്ഛേദം 21 ഭാഗമാണ്. 2, വിചാരണ കൂടാതെ തുടർച്ചയായി തടവിലിടുന്നത് ജാമ്യം നൽകുന്നതിന് കാരണമാകാവുന്ന കാര്യമാണ്. പക്ഷേ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും അതിനുള്ള സമയമായിട്ടില്ല. വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ദീർഘകാലം ജയിലിൽ കിടന്നു കഴിഞ്ഞു. വേഗത്തിലുള്ള വിചാരണ ഭരണഘടനാപരമായ അവകാശമാണ്. ഇതൊക്കെ കോടതി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ കൺക്ലൂഷൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് വെയിറ്റ് എന്നാണ്. ഏതൊരു ഭരണഘടനാധിഷ്ഠിത ജനാധിപത്യ രാജ്യത്താണെങ്കിലും കേൾക്കാവുന്ന അപകടകരമായ ഒരു വാചകമാണത്. നമുക്ക് വൈകാരികമായി സംസാരിക്കേണ്ട, കണക്കുകൾ നോക്കാം. 1940 ദിവസങ്ങളിലേറെയായി ഉമർ ഖാലിദ് തടവിലാണ്. ഷർജീൽ ഇമാമാകട്ടെ 2160 ദിവസങ്ങളായി. അതായത് 5 വർഷത്തിൽ കൂടുതൽ. വിചാരണയില്ലാതെ, സാക്ഷി വിസ്താരങ്ങളില്ലാതെ, ശിക്ഷാവിധികളില്ലാതെ തടവിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 5 വർഷങ്ങൾ. വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം വെറും വാക്കല്ല എന്ന് സുപ്രീം കോടതി പല തവണ പറഞ്ഞിട്ടുണ്ട്. ഹുസൈനാർ ഖുത്തൂൻ കേസിൽ വിചാരണയിലെ കാലതാമസം തന്നെ അനുച്ഛേദം 21 ലംഘനമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഷഹീൻ വെൽഫെയർ അസോസിയേഷൻ കേസിൽ ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലും അനന്തമായി ഒരാളെ തടവിൽ വയ്ക്കുന്നതിന് ആർക്കും അധികാരമില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പക്ഷേ അതിനൊക്കെ ശേഷം എന്ത് സംഭവിച്ചു? 2019 ഒരു സുപ്രീം കോടതി വിധിയിലൂടെയാണ് എല്ലാം മാറി മറിഞ്ഞത്. NIA വേഴ്സസ് സഹൂർ അഹമ്മദ് ഷാ വത്താലി വിധിയുടെ പ്രേതം നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജാമ്യഘട്ടത്തിൽ അന്വേഷണ ഏജൻസി ആരോപിക്കുന്ന കുറ്റങ്ങൾ ശരിയാണെന്ന ധാരണയിൽ മുന്നോട്ട് പോകണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയത്. പ്രഥമദൃഷ്ട്യാ ഒരു കേസുണ്ടോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. തെളിവുകൾ പരിശോധിക്കാനോ സാഹചര്യമോ വിശ്വാസ്യതയോ വിശകലനം ചെയ്യാനോ പോകേണ്ട കാര്യമില്ല. ഈ ഒരൊറ്റ വിധി കൊണ്ട് തന്നെ ജാമ്യാപേക്ഷകൾ വെറും ചടങ്ങുകളായി മാറി. ഗൗതം ഭാട്ടിയ അഭിപ്രായപ്പെട്ടതുപോലെ വത്താലി വിധിക്ക് ശേഷം ന്യായാധിപർ അന്വേഷണ ഏജൻസികളുടെ സ്റ്റെനോഗ്രാഫർമാരായി ചുരുങ്ങി എന്നതാണ് ഇന്നത്തെ അവസ്ഥ. ഈ വിധിക്ക് ശേഷം ആരോപണങ്ങൾ തെളിവുകളായി, സംഘടനാ പ്രവർത്തനം ഗൂഢാലോചനയായി, പ്രസംഗം ഭീകരപ്രവർത്തനവുമായി, ജാമ്യം ഏകദേശം അസാധ്യവും.
വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. വിചാരണ കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് 2022 മാർച്ച് മാസത്തിലാണ്. NIAയുടെ കുറ്റപത്രം ഏകദേശം അതുപോലെ തന്നെ പകർത്തുകയാണ് വിധിന്യായം ചെയ്തത്. കോടതി ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങളുണ്ട്. ഇവരുടെ പ്രസംഗം അക്രമത്തിന് വഴിവെച്ചോ? രാഷ്ട്രീയമായ സംഘാടനം ഭീകരപ്രവർത്തനത്തിന് തുല്യമാണോ? ഇവർ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ UAPA നിയമത്തിൻ്റെ 15-ാം വകുപ്പിനു കീഴിൽ ഭീകരപ്രവർത്തനത്തിൻ്റെ നിർവചനത്തിൽ വരുമോ? കോടതി പോലീസിൻ്റെ ഭാഷ്യം വെറുതെ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. 2022 ഒക്ടോബർ മാസത്തിൽ ഡൽഹി ഹൈക്കോടതി ഇവർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിട്ടു. ഉമർ ഖാലിദിൻ്റെ പ്രസംഗങ്ങൾ അക്രമത്തിന് കാരണമായിട്ടില്ല എന്ന വസ്തുത ഹൈക്കോടതി അംഗീകരിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും സംഘടനാ രീതികളും ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രവർത്തനമായ സംഘാടനത്തെ അക്രമത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഭരണഘടനാപരമായ വിഭാഗീകരണം കോടതി അവഗണിച്ചു. വിയോജിപ്പും അക്രമവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 2025 സെപ്റ്റംബർ മാസത്തിൽ ഹൈക്കോടതി വീണ്ടും ജാമ്യാപേക്ഷ തള്ളി. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 വർഷങ്ങൾ ഇവർക്ക് നഷ്ടമായി എന്ന കാര്യം കോടതി അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ജാമ്യം നൽകാൻ തയ്യാറായില്ല. സ്വാതന്ത്ര്യം അനുവദിക്കാത്ത സഹതാപം ഭരണഘടനാ കോടതിയുടെ പണിയല്ല. സുപ്രീം കോടതിയിൽ എന്താ സംഭവിച്ചതെന്നും കൂടി നോക്കാം. അവിടെ മറ്റൊന്നും സംഭവിച്ചില്ല. കുറച്ചുകൂടി നല്ല ഭാഷയിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചു എന്നേ ഉള്ളൂ. പ്രഥമദൃഷ്ട്യാ കേസുണ്ടോ, ഇവർക്കതിൽ പങ്കുണ്ടോ, അത് നിയമത്തിൻ്റെ പരിധിയിൽ വരുമോ എന്നീ കാര്യങ്ങൾ മാത്രമാണല്ലോ കോടതി അന്വേഷിക്കേണ്ടത്. അത് ചെയ്തു. എന്നാൽ വസ്തുതകളെ വിശകലനം ചെയ്യാൻ തയ്യാറായില്ല. ഗൂഢാലോചന സിദ്ധാന്തത്തെ ചോദ്യം ചെയ്തില്ല. വിചാരണ പോലും കൂടാതെ 5 വർഷം ഒരാളെ തടവിൽ വയ്ക്കുന്നത് നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടില്ല. പകരം സ്വാതന്ത്ര്യം തൽക്കാലത്തേക്ക് മാറ്റിവെക്കാനാണ് കോടതി തയ്യാറായത്. 1 വർഷം കഴിഞ്ഞ് വീണ്ടും സമീപിക്കാൻ വരെ കോടതി പറഞ്ഞു. അപ്പോഴേക്കും 6.5 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും ജയിലിൽ. അതിനിടയിൽ വീണ്ടും ഹർജിയുമായി ഇങ്ങോട്ട് വരരുത് എന്ന മുന്നറിയിപ്പ് കൂടിയാണത് എന്നതാണ് ഇതിൻ്റെ മറുവശം. UAPA നിയമത്തിന് കീഴിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് ആ വ്യവസ്ഥിതിയുടെ സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ്. ആനുമാനിക നിരപരാധിത്വം അഥവാ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന സംഗതി ഈ നിയമത്തിന് കീഴിലില്ല. ക്രിമിനൽ നിയമത്തിൻ്റെ പ്രാഥമിക തത്വങ്ങളിലൊന്നാണ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടും വരെ അയാൾ നിരപരാധിയാണെന്ന് കണക്കാക്കണം എന്നതാണത്. അതിനൊരു കാരണമുണ്ട്. ഇവിടെ ഭരണകൂടവും പൗരനും തമ്മിലാണ് തർക്കം. ഒരു വശത്ത് എല്ലാ അധികാരവും സമ്പത്തും വിഭവങ്ങളും ഉള്ള ഭരണകൂടം, മറുവശത്ത് ദുർബലനായ ഒരു മനുഷ്യൻ. അയാൾ ഒരുപക്ഷെ വലിയ പദവികളിലിരുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ സമ്പന്നനായിരിക്കാം. അതല്ല കാര്യം. ഭരണകൂടത്തിൻ്റെ അതിവിശാലമായ അധികാരങ്ങളും വിഭവവും സമ്പത്തും എല്ലാം വെച്ച് നോക്കുമ്പോൾ ദുർബലനായ ഒരു മനുഷ്യനാണ് ഈ വശത്തുള്ളത്. അതുകൊണ്ട് തന്നെ സംശയാതീതമായി കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ഒരാളെ കുറ്റക്കാരനായി വിധിക്കുകയുള്ളൂ. എന്നാൽ UAPA കേസിൽ ഈ തത്വം കീഴ്മേൽ മറിയുകയാണ്. ജുഡീഷ്യൽ പരിശോധനയെ അപ്രസക്തമാക്കുകയാണ്. അന്വേഷണ ഏജൻസി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് വിചാരിക്കണമെന്നാണ്. ജയിലാണ് പുതിയ നോർമൽ എന്നും വരികയാണ്. UAPA നിയമത്തിന് കീഴിൽ വിചാരണ എന്ന സംഗതിക്ക് യാതൊരു പ്രസക്തിയുമില്ല. കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ശിക്ഷ അനുഭവിച്ചു തീർന്നിട്ടുണ്ടാവും. കാരണം നടപടിക്രമങ്ങളുടെ ദൈർഘ്യം. വിചാരണ പോലുമില്ലാതെ 6-7 വർഷങ്ങളാണ് ജയിലിൽ കിടക്കുന്നത്. ഈ വൈരുദ്ധ്യമൊന്ന് ശ്രദ്ധിക്കണം. രാജ്യത്തെ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയായിരുന്ന ഉമർ ഖാലിദ് ജയിലിൽ കിടക്കുമ്പോൾ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ശിക്ഷിക്കപ്പെട്ട ഗുർമീത് റാം റഹീം സിംഗിനെ പോലെയുള്ള ആളുകൾക്ക് ആവശ്യപ്പെടുമ്പോഴെല്ലാം പരോൾ ലഭിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ 13 തവണയെങ്കിലും അയാൾ പരോളിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറ്റവാളികൾ മാലയിട്ട് സ്വീകരിക്കപ്പെടുന്ന കാഴ്ച
നാം എങ്ങും കാണുന്നുണ്ട്. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളെയല്ല, ഒരു സംവിധാനത്തിൻ്റെ പതനമാണ്. ഇന്ത്യയിൽ അധിവസിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഭരണഘടനയുടെ അനുച്ഛേദം 14 വാഗ്ദാനം ചെയ്യുന്ന 2 ഉറപ്പുകളുണ്ട്. നിയമത്തിന് മുന്നിലെ തുല്യതയും തുല്യമായ നിയമപരിരക്ഷയും. അത് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. സാമാന്യബോധമുള്ള ആർക്കും അസംബന്ധമെന്ന് ബോധ്യപ്പെടുന്ന ഒരാരോപണത്തിൻ്റെ മേൽ വിചാരണ പോലുമില്ലാതെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ജയിലിൽ കഴിയുകയാണ്. അതേസമയം കൊടും കുറ്റവാളികൾ പുറത്ത് സ്വതന്ത്രരായി വിഹരിക്കുന്നു. സുപ്രീം കോടതി സ്വയം വിശേഷിപ്പിക്കുന്നത് സെൻറ്റിനൽ ഓൺ ദ ക്യൂ വീവ് എന്നാണ്. നിതാന്ത ജാഗ്രതയോടെ നിലകൊള്ളുന്ന കാവൽക്കാരൻ എന്നാണ് അർത്ഥം. ആ അർത്ഥത്തിൽ അധികാരത്തെ പ്രതിരോധിക്കേണ്ട ശക്തിയാണ്. ഭരണഘടനാ ധാർമ്മികതയുടെ കാവൽക്കാരൻ ഒരിക്കലും സ്വാതന്ത്ര്യത്തെ നിശബ്ദ മരണത്തിന് വിട്ടുകൊടുക്കില്ല. നിയമഭാഷയിലെ സങ്കീർണ സങ്കേതങ്ങൾ പല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അവകാശ ലംഘനങ്ങളെ നീതീകരിക്കുക ഭരണഘടനാ കോടതിയുടെ പണിയേയല്ല. പ്രതിരോധത്തിന് പകരം അധികാരവുമായി കൂട്ടുകൂടുക എന്ന വഴിയാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ സ്വന്തം ദാർശനിക ഗതിയെക്കുറിച്ച് നിശബ്ദമാണെങ്കിലും സുദൃഢമായ ഒരു തീരുമാനം കോടതി കൈക്കൊണ്ടിരിക്കുന്നു. വിയോജിക്കുന്നവർ സംവദിക്കുന്നത് വരുംകാലത്തോടാണെന്ന് പറയാറുണ്ട്. ഇന്ന് ഉമർ ഖാലിദ് പറഞ്ഞു, യഹി ഹേ സിന്ദഗി. മറ്റുള്ളവർക്ക് ജാമ്യം കിട്ടിയ കാര്യത്തിൽ ഞാൻ സന്തോഷവാനാണ്. ജീവിതം ഇനി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ വാക്കുകൾക്ക് കോടതി വിധിയേക്കാൾ ശക്തിയുണ്ട്. അത് വന്നു തറയ്ക്കുന്നത് മനസാക്ഷിയുള്ള സകല മനുഷ്യരുടെയും നെഞ്ചിലാണ്. വരുംകാല ചരിത്രകാരന്മാർ ചോദിക്കാൻ പോകുന്നത് വത്താലി വിധിന്യായം കൃത്യമായി കോടതി പിന്തുടർന്നിരുന്നോ എന്നല്ല, വിചാരണ കൂടാതെ ഒരു മനുഷ്യൻ്റെ 5 വർഷം കവർന്നെടുത്തത് എന്തുകൊണ്ട് ജാമ്യം നൽകുവാൻ മതിയായ ഒരു കാരണമായില്ല എന്നാണ്. ഇവിടെ പരാജയപ്പെടുന്നത് ഉമർ ഖാലിദും ഷർജിൽ ഇമാമും മാത്രമല്ല, നീതി സ്വപ്നം കാണുന്ന സകല മനുഷ്യരുമാണ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ലക്ഷ്യമാക്കുന്ന ഭരണഘടനാ പദ്ധതിയാണ്. ഈ രാജ്യത്തിൻ്റെ മനസാക്ഷിയാണ്. എൻ്റെ വിയോജിപ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. കാരണം ഭരണഘടന സംരക്ഷിക്കാൻ കോടതികൾ പരാജയപ്പെടുമ്പോൾ ഭരണഘടന എന്തെന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, ജസ്റ്റ് റൈറ്റ്സ് ഒരു സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ, ആലോചനകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതിനെ പിന്തുണയ്ക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പങ്കുവയ്ക്കുക, പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും ചർച്ചകളും വിശകലനങ്ങളും നിലപാടുകളും പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെറിയൊരു സാമ്പത്തിക പിന്തുണ ഈ സംരംഭത്തിന് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിന് ആവശ്യമായ ലിങ്ക് കമൻറ്റിൽ ചേർത്തിട്ടുണ്ട്. കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദി.